ദ ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഗതി തന്നെ ഒരുപക്ഷെ മാറ്റിയേക്കാവുന്ന ഒരു കളിക്കാര കൈമാറ്റത്തെക്കുറിച്ചാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ടീമിന്റെ നെടുംതൂണുകളായ രവീന്ദ്ര ജഡേജയെയും സാം കറണെയും രാജസ്ഥാൻ റോയൽസിന് കൈമാറിയിരിക്കുന്നു. പകരമായി ടീമിലേക്ക് വരുന്നത് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നായ സഞ്ജു സാംസൺ. തീർച്ചയായും ഇതൊരു സാധാരണ ട്രാൻസ്ഫർ അല്ല. അതുകൊണ്ടുതന്നെ ഇവിടെ ഉയരുന്ന ചോദ്യം വളരെ വലുതാണ്. MS ധോണിക്ക് ശേഷമുള്ള ഒരു പുതിയ യുഗത്തിലേക്കുള്ള ദീർഘവീക്ഷണത്തോടെയുള്ളൊരു മാസ്റ്റർ പ്ലാനാണോ CSKയുടേത്? അതോ തങ്ങളുടെ വിജയ ഫോർമുലയെ തന്നെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഉയർന്ന അപകടസാധ്യതയുള്ള ചൂതാട്ടമാണോ ഈ നീക്കം? അതെ, എന്റെ വാദം വളരെ വ്യക്തമാണ്. ഈ കൈമാറ്റം CSKയുടെ ഭാവിക്കു വേണ്ടിയുള്ള നിർണായകവും ധീരവുമായൊരു ചുവടുവയ്പ്പാണ്. എന്നാൽ ഞാനിതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഈ തീരുമാനം ടീമിന്റെ നിലവിലെ കരുത്തും ആ സന്തുലിതാവസ്ഥയും ഒരുപോലെ തകർക്കുമെന്നും ഇത് വലിയ അപകടങ്ങൾ നിറഞ്ഞതാണെന്നുമാണ് എന്റെ പക്ഷം. നോക്കൂ, ഇതൊരു സാധാരണ കളിക്കാര കൈമാറ്റമായി കാണുന്നതിലാണ് എനിക്ക് വിയോജിപ്പ്. ഇതൊരു സക്സഷൻ പ്ലാനിംഗ് ആണ്. അതായത് അടുത്ത തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കൃത്യമായ പദ്ധതി. ചെന്നൈയുടെ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. ഒരു ഘട്ടത്തിൽ MS ധോണി ടീമിൽ നിന്നു മാറും. ആ ഒരു വലിയ വിടവ് നികത്താൻ സഞ്ജു സാംസണേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ, അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫോമിലുള്ള ഒരു ഓപ്പണർ, ഒപ്പം ഒരു ടീമിനെ നയിച്ച് പരിചയമുള്ളയാൾ. അപ്പോൾ CSKയുടെ ആ ഓപ്പണിംഗ് ബാറ്റിംഗിലെ ചെറിയ പോരായ്മകൾ പരിഹരിക്കാൻ സഞ്ജുവിന്റെ വരവ് ശരിക്കും സഹായിക്കും. ഇത് അടുത്ത 1-2 വർഷത്തേക്കുള്ള പ്ലാനല്ല, മറിച്ച് അടുത്ത 6-7 വർഷത്തേക്ക് ചെന്നൈ എന്ന ടീമിനെ വാർത്തെടുക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത്. നിന്നെ പറഞ്ഞത് ശരിയാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. പക്ഷേ എന്ത് വില കൊടുത്താണ് ഈ ഭാവി പടുത്തുയർത്തുന്നത്? ചെന്നൈ സൂപ്പർ കിങ്സ് ഇവിടെ പണയം വെക്കുന്നത് അവരുടെ വിജയത്തിന്റെ അടിസ്ഥാന ശിലയെയാണ്. രവീന്ദ്ര ജഡേജ, സാം കറൻ ഇവർ വെറും കളിക്കാരല്ല, ലോകോത്തര ഓൾറൗണ്ടർമാരാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ 1-ാം നമ്പർ ഓൾറൗണ്ടറായ ജഡേജയാണ് അവർ കൈവിട്ടത്. ഇവരെ രണ്ടുപേരെയും ഒരേ സമയം ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് അത് ടീമിന്റെ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകർക്കും. CSKയുടെ കരുത്ത് എക്കാലത്തും അവരുടെ ഓൾറൗണ്ടർമാരുടെ ആഴമായിരുന്നു. 7-മതും 8-മതും ഇറങ്ങുന്നവർക്ക് പോലും മത്സരം ജയിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു കരുത്ത്. പിന്നെ ധോണിയുടെ പകരക്കാരനെന്ന സമ്മർദ്ദം അത് സഞ്ജുവിന് താങ്ങാൻ കഴിയുമോ? ഇന്ത്യൻ ടീമിൽ പോലും സ്ഥിരതയുടെ പേരിൽ അദ്ദേഹം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പില്ലാത്തൊരു ഭാവിക്കുവേണ്ടി ടീമിന്റെ നട്ടെല്ലായ 2 താരങ്ങളെ ഒഴിവാക്കുന്നത് എത്രത്തോളം ബുദ്ധിമാനാണെന്നല്ല എനിക്ക് സംശയമുണ്ട്. നിങ്ങൾ വർത്തമാനകാലത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. അതെനിക്ക് മനസ്സിലാകും. പക്ഷെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എപ്പോഴും ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളിലൂടെയാണ്. ധോണിക്ക് ശേഷം ഒരു വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ അവർക്ക് അത്യാവശ്യമാണ്. സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിനെ നയിച്ച പരിചയസമ്പത്തുണ്ട്. ഒരു പ്രശ്നം വന്നിട്ട് പരിഹാരം കാണുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി കണ്ട് തന്ത്രങ്ങൾ മെലിയുന്നതാണ്. CSK അതാണിവിടെ ചെയ്യുന്നത്. പിന്നെ CSKയുടെ ചരിത്രം നോക്കിയാൽ അവർ എപ്പോഴും പരിചയസമ്പന്നരായ കളിക്കാരിൽ വിശ്വസിക്കുന്നൊരു ടീമാണ്. യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ അവർ മുംബൈ ഇന്ത്യൻസിനെ പോലെയോ രാജസ്ഥാൻ റോയൽസിനെ പോലെയോ അല്ല. അതുകൊണ്ടുതന്നെ ജഡേജയെപ്പോലൊരു സീനിയർ താരത്തെ ഒഴിവാക്കി പുറത്തുനിന്നൊരു യുവ ക്യാപ്റ്റനെ കൊണ്ടുവരുന്നത് അവരുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ്. ഇത് വെറുമൊരു കളിക്കാര കൈമാറ്റമല്ല, CSKയുടെ DNA-യിൽ വരുന്നൊരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഭാവി പ്രധാനമാണ്. പക്ഷേ ആ ഭാവിയിലേക്കെത്തണമെങ്കിൽ നമ്മൾ ആദ്യം ഈ വർത്തമാനകാലത്ത് നിലനിൽക്കണ്ടേ? ജഡേജയും കരണും നൽകുന്ന ആ ഒരു ഉറപ്പാണ് CSK ഇപ്പോൾ കൈവിടുന്നത്. ജഡേജ ടെസ്റ്റിലെ 1-ാം നമ്പർ ഓൾറൗണ്ടറാണെന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അത് വെറുമൊരു റാങ്കിംഗ് മാത്രമല്ല, സമ്മർദ്ദഘട്ടങ്ങളിൽ കളി മാറ്റാനുള്ള കഴിവിന്റെ അംഗീകാരമാണ്. പിന്നെ നിങ്ങൾ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് പറഞ്ഞു. ശരിയാണ്, സഞ്ജു ഒരു മികച്ച ബാറ്ററാണ്. പക്ഷേ ധോണിക്ക് പകരക്കാരനായി വേണ്ടത് ഒരു ബാറ്ററെ മാത്രമാണോ? വിക്കറ്റിന് പിന്നിൽ നിന്ന് കളിയെ നിയന്ത്രിക്കാനും ബൗളർമാരുമായി തന്ത്രങ്ങൾ മെനയാനുമുള്ള ധോണിയുടെ ആ ഒരു ക്രിക്കറ്റിംഗ് ബ്രെയിൻ സഞ്ജുവിൽ നിങ്ങൾ കാണുന്നുണ്ടോ? രാജസ്ഥാനെ നയിച്ച പരിചയം CSKയിലെ സമ്മർദ്ദത്തിന് തുല്യമാകുമോ? ഉറപ്പില്ലാത്തൊരു ഭാവിക്ക് വേണ്ടി തെളിയിക്കപ്പെട്ട ഒരു വർത്തമാനകാലത്തെയാണ് CSK ബലികൊടുക്കുന്നത്. നിങ്ങൾ സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയെക്കുറിച്ച് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സമീപകാല ഫോം നിങ്ങൾ കാണാതെ പോകരുത്. ആ കണക്കുകൾക്ക് സ്വയം സംസാരിക്കാൻ കഴിയും. 2024-ൽ മാത്രം 3 T20 അന്താരാഷ്ട്ര സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത്.
ഒരു കാലണ്ടർ വർഷത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ റെക്കോർഡാണത്. കഴിഞ്ഞ വർഷം 180-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച T20 ബാറ്ററായിരുന്നു അദ്ദേഹം. അഭിഷേക് ശർമ്മയ്ക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ത്യയെ പലതവണ 200 റൺസ് കടത്തിയിട്ടുണ്ട്. CSKയ്ക്ക് വേണ്ടത് ഇത്തരത്തിലുള്ളൊരു സ്ഫോടനാത്മകമായ തുടക്കമാണ്. ആദ്യത്തെ 6 ഓവറിൽ കളി എതിരാളികളിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഒരു ഓപ്പണർ. സഞ്ജു അത് നൽകുമ്പോൾ പിന്നീടുള്ള കളിക്കാർക്ക് സമ്മർദ്ദം കുറയും. നിങ്ങൾ ആ പോയിന്റ് പറഞ്ഞത് നന്നായി, പക്ഷെ അതിലൊരു അപകടം കൂടിയുണ്ട്. ക്രിക്കറ്റ് എന്നത് അത് ബാറ്റിംഗ് മാത്രമല്ലല്ലോ. ജഡേജയുടെയും കരണിന്റെയും ഓൾറൗണ്ട് മികവ് ടീമിന് നൽകുന്ന ആ ഒരു ബാലൻസ്, അതിന് പകരം വെക്കാൻ സഞ്ജുവിന്റെ സെഞ്ചുറികൾക്ക് കഴിയുമോ? അവർക്ക് 4 ഓവറുകൾ എറിയാനും നിർണായക സമയങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്താനും കഴിയും. ജഡേജയുടെ ഫീൽഡിംഗ് മാത്രം ഒരു കളിയിലൊരു 15-20 റൺ സേവ് ചെയ്യും. അപ്പോൾ അവരുടെ അഭാവം ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ തീർച്ചയായും ദുർബലമാക്കും. അതോടൊപ്പം ശ്രീലങ്കൻ പേസർ മദീഷ പതിരാനെയും CSK റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഡെത്ത് ഓവറുകളിൽ അവരുടെ പ്രധാന ആയുധവും പോയി. അപ്പോൾ ഈ ടീമിന്റെ ഘടന എന്താണ്? സഞ്ജു എന്ന ഒറ്റ ബാറ്റർക്ക് വേണ്ടി ടീമിനെ ഘടനയെ തന്നെ മാറ്റുന്നത് വലിയൊരു ചൂതാട്ടമാണിത്. എന്താ പറയാ, വീട് പണിയാൻ വേണ്ടി തറവാട് വിൽക്കുന്നത് പോലെ ആയിപ്പോയി. ഞാൻ ആ വാദത്തോട് വിയോജിക്കുന്നു. ഇത് വെറുമൊരു കളിക്കാരനെ ടീമിലെത്തിക്കുന്നതല്ല. 18 കോടി രൂപയ്ക്ക് സഞ്ജുവിനെ സ്വന്തമാക്കിയത് ഒരു പുതിയ യുഗത്തിന് അടിത്തറയിടാനാണ്. ഇതൊരു പ്രഖ്യാപനമാണ്. ഞങ്ങൾ ഭാവിയെ ഭയക്കുന്നില്ല, ഞങ്ങൾ ഭാവിയെ സൃഷ്ടിക്കുകയാണ് എന്ന് CSK ഉറക്കെ പറയുകയാണ് ഈ നീക്കത്തിലൂടെ. ഈ നീക്കം ആരാധകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസമായി ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന സഞ്ജുവിന്റെ വാക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണം കാണിക്കുന്നു. ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിൽ CSKയുടെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. നിലവിൽ $235 മില്യൺ അവർ 3-ാം സ്ഥാനത്താണ്. പുതിയൊരു സൂപ്പർ താരത്തിന്റെ വരവ് തീർച്ചയായും ഈ മൂല്യം ഉയർത്തും. ചെപ്പോക്കിലെ ആരാധകർക്ക് ധോണിക്ക് ശേഷം ആർത്തുവിളിക്കാൻ പുതിയൊരു ഹീറോയെ കിട്ടുകയാണ്. പക്ഷേ അതിന്റെ വില വളരെ വലുതാണ്. 18 കോടി രൂപ മാത്രമല്ല, പകരം നൽകേണ്ടി വന്നത് 2 പ്രധാന കളിക്കാരെയാണ്. ഈ കൈമാറ്റം കാരണം ലേലത്തിൽ അവർക്കുണ്ടായ സമ്മർദ്ദം നോക്കൂ. കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ തുടങ്ങിയ താരതമ്യേന പരിചയസമ്പത്തില്ലാത്ത കളിക്കാർക്കായി 14.20 കോടി രൂപ വീതം അവർക്ക് മുടക്കേണ്ടി വന്നു. എന്തിനാണിത്രയും പണം അവർക്ക് കൊടുക്കേണ്ടി വന്നത്? കാരണം ജഡേജയുടെയും കരണ്ടിന്റെയും അഭാവം നികത്താൻ അവർ നിർബന്ധിതരായി. അവിടെയാണ് ഈ ഡീലിന്റെ യഥാർത്ഥ നഷ്ടം. ഇതൊരു ടോപ്പ് ഹെവി തന്ത്രമാണ്. അതായത് ടീമിന്റെ ഭൂരിഭാഗം പണവും പ്രതീക്ഷയും 1-2 സൂപ്പർ താരങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. അവർ തിളങ്ങിയാൽ ടീം ജയിക്കും, പരാജയപ്പെട്ടാൽ ടീം മൊത്തത്തിൽ തകരും. സഞ്ജു ഫോം കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഒരു പരിക്കു പറ്റുകയോ ചെയ്താൽ ടീമിന്റെ ഘടനയെ തന്നെ ഇത് ബാധിക്കും. സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ഒരു ടീമിന് ഉയർന്ന വില നൽകേണ്ടി വന്നു. ഈ കൈമാറ്റം ധീരമായ ഒന്നാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ CSKയുടെ ദീർഘകാല ആധിപത്യം നിലനിർത്താൻ ഇത് അത്യന്താപേക്ഷിതമായിരുന്നു. ധോണി എന്ന ഇതിഹാസം പടിയിറങ്ങുമ്പോൾ പകരം വയ്ക്കാൻ, അതും ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു ഇന്ത്യൻ താരത്തെ ടീമിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് ഭാവിക്കുവേണ്ടിയുള്ളൊരു നിക്ഷേപമാണ്. സഞ്ജു പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം വിജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും ചോദിക്കാം. അടുത്ത 10 വർഷത്തേക്ക് CSKയ്ക്ക് ഒരു ക്യാപ്റ്റനെയും ഒരു വിക്കറ്റ് കീപ്പറെയും ഒരു ഓപ്പണറെയും കിട്ടുകയാണ്. അതാണ് ഈ നീക്കത്തിന്റെ യഥാർത്ഥ മൂല്യം. പിൻഗാമിയെ കണ്ടെത്തുക എന്ന ആശയം ശരിയാണ്. എന്നാൽ അതിനായി 2 ലോകോത്തര ഓൾറൗണ്ടർമാരെ ഒഴിവാക്കിയത് ഈ നീക്കത്തെ അപകടകരമാക്കുന്നു. CSK അവരുടെ നിലവിലെ ടീമിന്റെ കരുത്തും സന്തുലിതാവസ്ഥയും കുറച്ചു. അതിന്റെ ഭാരം മുഴുവൻ ഇനി സഞ്ജു സാംസന്റെ ചുമലുകളിലായിരിക്കും. അത് അദ്ദേഹത്തിന് താങ്ങാനാവുമോ എന്ന് കണ്ടറിയണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചെപ്പോക്കിലെ ആരാധകർ ജഡേജ എന്നാർത്തുവിളിക്കുന്നത് ഇല്ലാത്ത ഒരു സീസൺ. അത് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. ആ ഒരു വൈകാരികമായ ബന്ധം കൂടി അവർ മുറിച്ചുമാറ്റുകയാണ്. IPL പോലുള്ളൊരു ടൂർണമെന്റിൽ ഒരു ടീമിനെ കെട്ടിപ്പടുത്തുന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. ദീർഘകാലത്തേക്കുള്ള വിജയത്തിനായുള്ള പദ്ധതികൾക്ക് ചിലപ്പോൾ വർത്തമാനകാലത്ത് ചില വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ചെന്നൈ ചെയ്തത് അതാണ്. അവർ ഒരുപടി മുന്നോട്ട് ചിന്തിച്ചു എന്ന് കളിക്കളത്തിലെ നമുക്ക് അറിയാൻ കഴിയൂ. നിലവിലെ കരുത്തിനാണോ അതോ ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾക്കാണോ ഒരു ഫ്രാഞ്ചൈസി മുൻഗണന നൽകേണ്ടത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്യാനുണ്ട്.